നിനക്കെന്നോട് സ്നേഹമുണ്ടോ? മുതലാളി, പഞ്ചസാരക്ക് മധുരമുണ്ടോ, കൈപ്പയ്ക്ക് കയ്പുണ്ടോ, ഉപ്പിന് ഉപ്പുണ്ടോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഹായ് ഓൾ, ദിസ് ഈസ് കോക്ക്. നമസ്കാരം ജബ്രുഡോൾ. എന്തേനു എന്റെ ഡയലോഗ് താൻ പറഞ്ഞ തന്റെ ഡയലോഗ് പറയാൻ പിന്നെ താനുണ്ടാവില്ല കേട്ടാ. ഞാൻ കുറേ വർഷങ്ങളായിട്ട് വീഡിയോസ് കാണുന്ന, ഫോളോ ചെയ്യുന്ന ഒരാളാണ് മൃണാൾ. അതെ, അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഞാൻ മൃണാളിനെ പേഴ്സണലി കാണുന്നത് ഫുഡ് ബ്ലോഗിങ്ങിലെ അശ്വങ്കോക്കായിട്ടാണ് മൃണാളിനെ ഞാൻ പേഴ്സണലി കാണുന്നത്. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എൻ്റെ ഒരു അനുഭവത്തിൽ ആനന്ദേട്ടനെ പോലെ തെളിഞ്ഞ മനസ്സും ക്ഷമാശീലമുള്ള ഒരു മനുഷ്യനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇദ്ദേഹം ഫുഡ് ബ്ലോഗറാണ്. ഇത് ചത്തുവഴിയാണ്. അത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയല്ലേ. കൊള്ളില്ല. കോഴിയുടെ വേഗത്തിൽ കൂടിയോ എനിക്കൊരു സംശയം. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമായിട്ട് അദ്ദേഹം പറയുന്നു. അതിൽ യാതൊരു മായം ചേർക്കലോ വെള്ളം ചേർക്കലോ ഇല്ല. ഞാൻ ഈ പറഞ്ഞ ഡയലോഗ് ആർഭാടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. നല്ല വിശന്നിരിക്കുന്ന ഞാൻ ബിരിയാണി കഴിച്ച് ഇത്രയും ബിരിയാണി ബാക്കിയുണ്ട്. ബട്ട് സ്റ്റിൽ ഐ എം സെയിങ് ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണി അല്ല ഇത്. ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടണമെങ്കിൽ ഭാഗ്യം ചെയ്യണം. സോ ബേസിക്കലി ഇദ്ദേഹം ഓരോ റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നു, ഫുഡ് അടിക്കുന്നു. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പോയിന്റ് ബ്ലാങ്കിൽ പറയുന്നു. മനുഷ്യനെ കഴിക്കാൻ വെച്ചിരിക്കുന്ന ആഹാരത്തിൽ ഇത് എന്താണെന്ന് എന്തിനു പതുക്കിയാക്കണം, 4 പേര് അറിയട്ടോ. ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ശത്രുക്കളുണ്ടാവും. അത് എനിക്ക് ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാണ് തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? ഒരു ഈച്ചനെ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നം. ഈച്ച, കൊതുക് എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ്ലി ഇത് നമ്മുടെ സറൗണ്ടിങ്ങിലുള്ള എൻവയോൺമെന്റിലുള്ള ഒരു സാധനം. ഇത് ഇവിടെ നിന്ന് പറഞ്ഞ തന്റെ കണ്ണിന്ന് പൊന്നിച്ചു മാറും. മനസ്സിലായോ? മനസ്സിലായി. ഇതൊന്നും നിന്നിട്ട് ഇവിടെ മൊത്തം ഈച്ച. ഈ ഈച്ചനെ ഞാൻ കൊണ്ടുവന്ന് പോറ്റുന്നൊന്നുമല്ല. നിങ്ങളൊരു സ്റ്റാർ ഹോട്ടലിൽ പോയാൽ നിങ്ങൾക്ക് പിന്നെ ഷുഗർ ഇട്ടിട്ടല്ല ചായ അടിച്ചു തരുന്നത്. ഇവിടെ പുറത്ത് പോലെ കിണിക്കിണിക്കിണിക്കിണാക്കി തരുമല്ല, ഷുഗർ സെപ്പറേറ്റ് തരും. കാരണം നിനക്ക് പഞ്ചാരയാണെന്ന് ഞാൻ അറിഞ്ഞാ പോരെ, നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോടി. എനിക്ക് ഒരു ചായ പോരാ, ഞാൻ ചായ കുറെ കുടിക്കും, വലിയ അളവ് കുടിക്കും. ഓരോരുത്തന്മാരും വയറ് വാടകയ്ക്ക് എടുത്ത് വന്നിരിക്കുക. അപ്പം ഞാൻ റെസ്റ്റോറൻറ്റ് പോയി ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2 ചായ ഓർഡർ ചെയ്യും. തുടക്കം തന്നെ 2 ചായ. അപ്പോൾ മറ്റേ വെയിറ്റർ വയ്ക്കും, നിങ്ങൾ ഒരാളും കൂടെ വരാനുണ്ടോ? ഞാൻ പറയില്ല. അതെ, ചായ അധികം കുടിക്കാൻ കൊള്ളില്ല. അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഉറക്കം കുറയും. ഉറക്കം കുറഞ്ഞാൽ ഞാൻ പരസ്പര ബന്ധമില്ല സംസാരിക്കുന്ന അച്ഛൻ പറയണേ. ഇവിടെ പുറത്ത് പോലെ കിണിക്കിണിക്കിണിക്കിണാക്കി തരുമല്ല. അവിടെ ഞാൻ വിചാരിച്ചു ഒരു മൊബൈൽ പോലും ഇല്ലാത്ത എനിക്ക് ഇതിനു മാത്രം മണിയോടുന്നതാണ്. അപ്പം അങ്ങനെ പല കാര്യങ്ങളാണ്. അപ്പോൾ ഈ കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി എനിക്ക് ഈ ചോറിൻ്റെ കൂടെ ഒരുപാട് സാധനങ്ങൾ ഇഷ്ടമേ അല്ല. ഞാൻ പലപ്പോഴും വീട്ടിൽ എല്ലാ ദിവസവും പുല്ലും വയ്ക്കോലുവാ. ചിലപ്പോ ഞാൻ വിചാരിക്കും വല്ല ക്രിസ്ത്യാനിയുമായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു. എന്തിനാ ഞായറാഴ്ചയെങ്കിലും ഇറച്ചി മീനും കഴിക്കാമല്ലോ. അതല്ലേ സാധാരണക്കാരെന്ന് പറയുന്നേ. എനിക്ക് ഒരു ചോറും ഒരു കറിയും മാത്രം മതി, ഒരു ചിക്കൻ കറി മാത്രം മതി. കാന്റീനിലെ ആഹാരം സ്ഥിരമായി കഴിച്ച് ഭക്ഷണത്തിനുള്ള താല്പര്യം അങ്ങ് പോയി. 20 രൂപ ചോറിനും 30 രൂപ ചിക്കൻ കറിക്കാണെങ്കിൽ 50 രൂപയിലേ ആവുന്നുള്ളൂ. എല്ലാവർക്കും ചാറ് മാത്രം മതി, കറി ആരും വാങ്ങില്ല. ഇദ്ദേഹം ആരെങ്കിലും വീട്ടിൽ പോയിട്ട് നിങ്ങളെ വീട്ടിൽ ആരെയും വന്ന് ക്ഷണിച്ചോ? നിങ്ങളുടെ വീട്ടിൽ വന്ന് ക്ഷണിച്ചോ? അയ്യോ ഒന്ന് വരൂ, ഞാൻ പട്ടിണിയിലാണ്, എന്റെ കുടുംബം രക്ഷിക്കണേ. എനിക്ക് അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? അല്ല ഞാൻ നീ കാര്യം പറയട ചക്ക. ഇത് നമ്മൾ തമ്മിലുള്ള ഒരു അനൗൺസ്മെന്റ് അല്ല, അഡ്ജസ്റ്റ്മെന്റ്. കാന്താരി ചമ്മന്തിയും കപ്പയും എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ഫുഡ്, നല്ല. ഇന്നാള് ഭോപ്പാലിൽ കപ്പ കഴിച്ച് എത്ര പേരെ മരിച്ചെന്ന് അറിയാമോ? എത്ര സാധനങ്ങൾ കിടക്കണേ. അപ്പൊ പറഞ്ഞു വന്നത്, അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരവർ വാങ്ങിക്കുക. സ്ട്രോ വേണ്ടവർ സ്ട്രോ വാങ്ങിക്കുക, അല്ലാത്തവർ വലിച്ചങ്ങൾ കുടിക്കുക. കപ്പിന് നല്ല ടേസ്റ്റ്. ആരും കുടിച്ചിട്ട് ബാക്കിയാണ്. എന്തോടെ പ്രശ്നം? ആളുകൾക്ക് തകരാറ്, ശരിയായ തകരാറ്. അതാ ഞാൻ മനസ്സിലാക്കുന്നത്. നിനക്കിതിന് മാസക്കൂലിയ ദിവസക്കൂലിയ? മനസ്സിലായില്ലല്ലേ? ഈ അളിയന്റെ തമാശ. അളിയാ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. കാഷിനെ പറ്റിയുള്ള ടോക്ക്.
നോക്കച്ച എന്തൊരു ചേർച്ച ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ.